ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടൈം സേവിങ് ടിപ്സും അതുപോലെ തന്നെ കുക്കിംഗ് ടിപ്സുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫുഡിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സുകളും പിന്നെ നമ്മുടെ കുക്കിംഗ് ടൈം, അതായത് കിച്ചണിൽ രാവിലെയൊക്കെ എളുപ്പത്തിൽ ജോലി തീർക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിലാദ്യം തന്നെ നമ്മൾ ഉപ്പുമാവിന് ടേസ്റ്റ് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല 2-3 ടിപ്പുകൾ പറയാം. അതിനായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉഴുന്നും കടലപ്പരിപ്പും അതുപോലെ തന്നെ ക്യാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും ഇഞ്ചിയും പച്ചമുളകൊക്കെ സവോളയൊക്കെ ചേർത്താണ്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ തേങ്ങ ചേർക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്തിട്ട് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ റവ ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെന്ന് എടുത്ത് നോക്കി. നല്ലൊരു അടിപൊളി ഉപ്പുമാവാണ്. ഉപ്പുമാവ് കഴിക്കാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കിയാൽ കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നല്ലൊരു അടിപൊളി ടിപ്പ് പറയാം. മിക്കവാറും പേര് ഇങ്ങനെ ചെയ്യുമായിരിക്കും, എന്നാൽ അറിയാൻ മേലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ. അതായത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് നമ്മൾ കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറിയില്ലേ, ആ മീൻകറിയിലേക്കാണ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് കായപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം കായപ്പൊടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് തിളച്ച് വറ്റിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മീൻകറിക്ക്. ഇനി അടുത്തത്, എത്ര അറിയാത്തവർക്ക് പോലും നല്ല സോഫ്റ്റായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനുള്ളൊരു ടിപ്പ് പറയാം. അതിനായിട്ട് ഉപ്പും വെള്ളവും നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് 1.5 കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സോഫ്റ്റ് ആകാനും ടേസ്റ്റ് കൂടാനും 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. അതിനുശേഷം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പൊടിയുടെ ഇതനുസരിച്ച് ചിലപ്പം വെള്ളം അല്പം കൂടുതലോ കുറവോ ആയെന്ന് വരും. അതുകൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് കൂടുതൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ തികയാതെ വരരുത്. തികയാതെ വന്നാൽ പിന്നെ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വെള്ളം വെച്ച് തിളപ്പിക്കാനൊക്കെ പോകുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിയാവില്ല. അതുകൊണ്ട് ആദ്യം വെള്ളം ഇച്ചിരി കൂടുതൽ വെച്ചോ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിന് കുഴച്ചെടുത്ത കാരണം നമുക്ക് ഈ ഒരു അച്ചിൽ കൂടെ നല്ല ഈസി ആയിട്ട് കറക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. കട്ടിയായി പോയാലും നമുക്കിതിൽ നിന്ന് ഇങ്ങനെ കറക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാകത്തിന് കറക്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ടുള്ള വെള്ളം നമ്മളൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ഇഡലി ആയാലും ഇടിയപ്പം ഒക്കെ ആയാലും നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് സ്റ്റീം ചെയ്യാൻ വെക്കാവൂ. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ എത്ര അറിയാത്തവർക്കും തയ്യാറാക്കിയാൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇടിയപ്പം റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കുണ്ടല്ലോ തോരൻ കറിക്കൊക്കെ ടേസ്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ട് കിച്ചണിൽ നിന്ന് മാറാനും പറ്റിയൊരു ടിപ്പാണ്. തോരൻ കറിക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതുപോലെ കുറച്ച് പൊട്ടുകടല ഒന്ന് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ തോരൻ കറിക്ക് എടുക്കുന്ന പച്ചക്കറി ഏതാണോ അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തേങ്ങായും ഒക്കെ ചേർത്തിട്ട് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകുന്ന പച്ചക്കറിയൊന്നും ഇതുപോലെ കുക്കറിൽ വേവിക്കരുത്. ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് അതുപോലെ തന്നെ ബീട്രൂട്ട് ഇങ്ങനെയുള്ളതൊക്കെ നമുക്കിതിൽ പെട്ടെന്ന് ഒറ്റ വിസിൽ വന്നാൽ മതി. കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ദോശമാവൊക്കെ ബാലൻസ് വരികയാണെങ്കിൽ നമ്മൾ അത് തന്നെ പിന്നെയും ദോശ ഇഡലി ഉണ്ടാക്കി കുട്ടികളെ ഒന്നും മടുപ്പിക്കേണ്ട. നമുക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുകിടാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്നും പൊട്ടുകടലയും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചേർത്തതാണ്, എന്നാലും ഒരു വറ്റൽമുളകും കൂടെ മുറിച്ചിട്ടേക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോളയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആകാൻ മാത്രം വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ദോശമാവിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി മിക്കവാറും വീടുകളിൽ കാണുമല്ലോ. ഈ ചട്ടിയിലേക്ക് ഓരോ കുഴിയിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, പാലപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്പം കുഴിയുള്ള എന്തെങ്കിലും ഒരു പാൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഒന്നായിട്ട് ഇങ്ങനെ കിട്ടുമെന്നേ ഉള്ളൂ. ഇതുപോലെ ചെറുത് കിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെയും നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ചട്ടിയിൽ നിന്നും മാറ്റാം. അപ്പോൾ അത് ഇത്രയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം. ഇത് നമുക്ക് ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാം. ഇതിപ്പോൾ ഈവനിങ്ങിലും കഴിക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. കുട്ടികളും മടുക്കൂല, നമ്മളും മടുക്കൂല. എന്നും ദോശ ഇഡ്ഡലിയും കഴിച്ചു. ഇനി നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി.
അതും അപ്പത്തിനും ചോറിനും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു സവോളയും ഏറെ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവോള കുറയ്ക്കുന്നതാണ് ഈ ബീഫ് കറിക്കായാലും ചിക്കൻ കറിക്കായാലും ഒക്കെ നല്ലത്. ചുവന്നുള്ളി തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഒരു മതിരിപ്പായിരിക്കും. നമ്മളിപ്പോൾ 1 കിലോ ബീഫിനുള്ള അളവാണ് ഈ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഈ രീതി കറി വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ബീഫ് കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ നിന്ന് മാറാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 4-5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 4-5 ഗ്രാമ്പും 5-10 ഏലക്കായും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ബേ ലീഫും ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് തണുത്തിട്ട് മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട. ഈ ഒരു രീതിക്കായിട്ട് ഇത് നല്ലപോലെ വെന്തിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വയറിനൊക്കെ വളരെയധികം നല്ലതാണ്. മീറ്റ് മസാലയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിലൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർത്താൽ മാത്രം മതി. അതിനായിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് കടുക് ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കണം. അതാണ് ഈ ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ വെന്തിരിക്കുന്ന ബീഫ്, നല്ല മസാലയൊക്കെ ചേർത്തിട്ടുള്ള ബീഫില്ലേ, ഇത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ആ ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീറ്റ് മസാല ഒന്നും ചേർക്കാത്ത നല്ല കിഡിലൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വീട്ടമ്മമാർക്ക് രാവിലെയൊക്കെ വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കിലോ നമ്മുടെ ചിക്കനില്ലേ, അത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പൊട്ടറ്റോയും അതുപോലെ തന്നെ ഒരു സവോളയും പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാരറ്റും, പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒറ്റ വിസിലടിക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം പ്രഷറൊക്കെ പോയിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാലും കൂടി ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇടുക. ഇനി നമ്മൾ മറ്റൊരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് സ്പൈസസ് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചിട്ട് ഒരു ബേ ലീഫും കൂടി ഇടണേ. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി. രാവിലെയൊക്കെ 10 മിനിറ്റ് മതി ഇത് റെഡിയാക്കാൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇനി നമ്മുടെ അടിപൊളി മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ വല്ലപ്പോഴും ഒക്കെ സേമിയ പായസം ഉണ്ടാക്കത്തില്ലേ. അപ്പോൾ സാധാരണ വെക്കുന്നതിലും കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്ന കൂട്ടത്തിൽ ഈ പഞ്ചസാര മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ബദാമും ഏലക്കായും കൂടെ 3 ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് ചേർക്കുക. നെയ്യിൽ വറുത്ത് ചേർക്കണേ. അതിനുശേഷം കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കുക. നമ്മൾ വെറുതെ പഞ്ചസാര ഇങ്ങനെ സേമിയ പായസത്തിൽ പൊടിച്ച് ചേർക്കുന്നതിലും ബദാമും ഏലക്കായും കൂടെ പൊടിച്ച് ചേർത്തിട്ടുള്ള ഈ ഒരു പായസം ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കുണ്ടല്ലോ രാവിലെയൊക്കെ സമയം ലാഭിക്കാനായിട്ട് ഒരു മസാല മിക്സ് റെഡിയാക്കി വെച്ചാലോ. ഇത് ഏതൊക്കെ കറിക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനിയിപ്പോൾ ഈ കൂടെ തന്നെ നമ്മളൊരു 1/4 കപ്പ് മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. അളവുകൾ ഈ രീതിയിൽ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രേവിയോട് കൂടിയ കറി നമുക്ക് ലഭിക്കും. ഇനിയിപ്പം നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ടേബിൾ സ്പൂൺ ആണ്. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂണാണ്. പിന്നെ ഈ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ തന്നെ നമ്മൾ മുട്ടക്കറി, കടലക്കറി, പൊട്ടറ്റോ കറി, ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. തക്കാളിക്കറിക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ പല ബോട്ടിൽ തുറന്ന് പൊടികളൊക്കെ എടുക്കാതെ ഇതുപോലെയൊന്ന് ഒരാഴ്ചത്തേക്കൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്കിങ്ങനെ കറികളിലേക്ക് 1-2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. ബൈ.